മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. വ്യാപകമായിട്ട് റെയ്ഡിന് തിരുവനന്തപുരത്തെ മേയർ ഉത്തരവിട്ടിരിക്കുന്നു. കേട്ടു നോക്കൂ. അപ്പോൾ തിരുവനന്തപുരത്ത് ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് പലയിടത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ തന്നെ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് ഹോട്ടൽ ഉടമകളുമായിട്ടൊക്കെ ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതാ സ്ഥലങ്ങളിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ളവർ ആരോഗ്യപരിപാലന രംഗത്ത് നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്, വിതരണം ചെയ്യുന്നതെന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ വേണ്ടി തയ്യാറല്ല. ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 95 സ്ഥാപനങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന 100 കണക്കിന് ജീവനക്കാർ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. 95 സ്ഥാപനങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ 95 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 48 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ടും ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 57,500 രൂപ പിഴയായിട്ട് ഈടാക്കി. അതോടൊപ്പം തന്നെ 7 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ഹാജരായി അടുത്ത നടപടികളിലേക്ക് കടക്കും. അപ്പോൾ ഇനിയും ശക്തമായ റെയ്ഡ് ഉണ്ടാകും. തട്ടുകടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തട്ടുകടകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട് എല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഇനി രാത്രികാലങ്ങളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതൊരു ഹോട്ടലും അതിലൊരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ഹോട്ടൽ പൂട്ടാൻ തയ്യാറാകണം. ഒരു കാരണവശാലും ആരോട് ഒരു കോംപ്രമൈസും ഇല്ല. മുഖം നോക്കാതെയുള്ള നടപടികൾ, ശക്തമായ നടപടികൾ. പാളയം മാർക്കറ്റിൽ ഏതു തരത്തിലുള്ള നടപടിയാണോ സ്വീകരിച്ചത് അതുപോലെ അതിനേക്കാൾ ശക്തമായുള്ള നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥർ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അതിനുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ആദ്യമേ തന്നെ മേയർ വി രാജേഷിന് ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുക, അഭിനന്ദനങ്ങൾ നേരുക. നമ്മുടെ കേരളത്തിൽ ഉടനീളം ഇത്തരത്തിൽ റെയ്ഡൊക്കെ നടക്കണ്ടേ? എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കഴിച്ച് അസുഖം വന്നാൽ മാത്രമല്ല, പരാതികളെ തുടർന്ന് വളരെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് തട്ടുകടകള്, 5 സ്റ്റാർ ഹോട്ടലുകള്, സകല ഹോട്ടലുകളിലും ഇന്ന സമയമാകുമ്പോ ആവുമെങ്കിൽ എന്നല്ല, ആവണം, മാസത്തിലും റെയ്ഡ് നടക്കണോ. അതിലൂടെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് കേരള ജനത രക്ഷപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യ. നമ്മുടെ കേരളത്തിൽ ഇനി എന്ത് രോഗമാണ് വരാനുള്ളത് എന്നാ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുള്ളത്. അത്രത്തോളം രോഗങ്ങളുണ്ട്. മിക്കവാറും ഇതൊക്കെ ഹോട്ടലുകളിലൂടെ, തട്ടുകടകളിലൂടെ, ഈ ഫുഡുമായി ബന്ധപ്പെട്ട മേഖലയിൽ നമ്മുടെ കേരളത്തിലുടനീളം വലിയ റെയ്ഡ് നടത്തണം. വി രാജേഷ് 100 കണക്കിന് ആളുകളെ, ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ട് റെയ്ഡ് നടത്തിയിട്ട് പകുതിയോളം കേടായ ഭക്ഷണം കണ്ടെത്തി, പഴകിയ ഭക്ഷണം കണ്ടെത്തി എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ കേരളത്തിൽ ഉടനീളം നടത്തണം. ഇത് BJP മാത്രം ചെയ്താൽ പോരാ. കേരളത്തിലെ ജനങ്ങളോട് ആത്മാർത്ഥതയുള്ള എല്ലാ പാർട്ടികളും, ഇവിടെ ഭരിക്കുന്ന ഓരോ പാർട്ടികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ നേതൃത്വം കൊടുത്തിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഉൾപ്പെടുത്തിയിട്ട് റെയ്ഡ് നടത്തണം. മാന്യമായി ഈ പറയുന്ന ഹോട്ടലും തട്ടുകടയൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനേക്കാളേറെ വൃത്തിയില്ലാതെ കടകൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരി മാത്രമല്ല, എറണാകുളം, അങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് യുവാക്കളായിട്ടുള്ള ആളുകൾ പല ജോലികളുമായിട്ട് എത്തുന്ന സമയത്ത് അവർ വീടുകളിലേക്കല്ല ഫുഡിന് പോവുക. കാണുന്ന ഏറ്റവും കുറഞ്ഞ ക്യാഷിന് ഫുഡ് കിട്ടുന്നിടത്തേക്ക് പോവാറുണ്ട്. നമ്മളൊക്കെ തന്നെ അതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ കേടായതുപോലും കുത്തിക്കയറ്റ് പരമാവധി കടക്കാരെ വിൽക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊക്കെ ഒരുപാട് നമ്മളിൽ തന്നെ അനുഭവം ഉണ്ടാവാറില്ലേ? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രശ്നമുണ്ടായിട്ട് എന്നല്ല ബോധമുള്ള ഒരാൾ കരുതേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ അന്വേഷണത്തിന് ഇറങ്ങുമ്പോഴേക്ക്
അവിടെ ഭരിക്കുന്ന ആളുകള് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൊങ്ങക്ക് പിടിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട് നേരാവണ്ണം മുന്നോട്ട് പോവാത്തത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കൽ തുടങ്ങിയതോടുകൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കാനാ പറയുന്നത്. ഒരു സ്വാധീനവുമായിട്ട് ഒരാളും ഇങ്ങോട്ടേക്ക് വരണ്ട. പാളയം മാർക്കറ്റിൽ ഏത് രീതിയിലുള്ള റെയ്ഡാണ് നടത്തിയത്? മുഖം നോക്കാതെയുള്ള റെയ്ഡ് നടത്തിയിരിക്കൂ. ഈ തിരുവനന്തപുരം മേയർ എന്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള റെയ്ഡുമായിട്ട് രംഗത്തെത്തിയാൽ നമുക്കൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് കൈയടിക്കാൻ സാധിക്കൂ. കാരണം ആദ്യം ഒരു പ്രസ് മീറ്റ് വിളിക്കേ, അതിൽ ആ പരസ്യമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം കഴിഞ്ഞ് അങ്ങ് മുങ്ങില്ല മേയർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിന്റെ അവസാനം വരെ അതിന്റെ പിന്നാലെ ഉണ്ടാവും. ഈ VV രാജേഷ് മേയർ ആയതിന്റെ തൊട്ടു പിന്നാലെ നമുക്കറിയാം തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടത് അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതിനെ തുടർന്ന് RCC, ശ്രീത്ര അതുപോലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ദിനം വന്നു പോകുന്ന ആശുപത്രിയിൽ നിന്ന് പിടിക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ആശുപത്രികൾ, അതുപോലെ തന്നെ കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആദ്യം പിടിക്കേണ്ടത്. ഞങ്ങൾ അടുത്ത ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞാൽ മ്യൂസിയം വളപ്പ്, റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, മറ്റുള്ള സ്കൂളുകൾ, വിമൻസ് കോളേജ്, പിന്നെ അങ്കണവാടികൾ ഇവിടെ നിന്നൊക്കെ പിടിക്കും. അതിനുശേഷം കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഒക്കെ തന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അക്രമകാരികളായ നായ്ക്കാരെ നാട്ടിൽ നിന്നും പിടിക്കും. ഇതിനൊക്കെ തന്നെ കോർപ്പറേഷന്റെ ABC സെന്ററിൽ എത്തിച്ച് വന്ധീകരണം നടത്തിയതിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റും. കോർപ്പറേഷന്റെ ഇപ്പോൾ കോർപ്പറേഷനിലുള്ള എല്ലാം തന്നെ ഞങ്ങൾ നവീകരിച്ചിട്ടുണ്ട് കുറച്ച്. അതായത് ഇപ്പോൾ വണ്ടി തരത്തിലുള്ള ഷെൽട്ടറിൽ കൂടുതൽ നായ്ക്കളെ പാർപ്പിക്കാൻ കണക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേട്ടയിൽ ABC പ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞങ്ങളിൽ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാമെന്ന് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, കൂടുതൽ പോർട്ടബിൾ ABC സെന്ററൊക്കെ ആവശ്യമായ ഘട്ടത്തിൽ ഞങ്ങളത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശം ഒരു ABC സെന്റർ ഉണ്ട്, പോർട്ടബിൾ ABC സെന്റർ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരന്തരം ആവശ്യപ്പെടുകയാണ്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ നായ്ക്കളെ എല്ലാ ദിവസവും വന്ധീകരിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ ഭരണസമിതി നൽകിയ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റുകയാണ്. തിരുവനന്തപുരം നഗരത്തെ തെരുവുനായ ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള 2ാം ഘട്ട നടപടികൾ ആരംഭിച്ചു. നല്ല പ്രതീക്ഷ വയ്ക്കാൻ ഇക്കാര്യത്തിൽ. നിങ്ങൾ കേട്ടില്ലേ, BJP തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയായിരുന്നോ കോർപ്പറേഷനിലെ ജനതയോട്, തിരുവനന്തപുരം കോർപ്പറേഷൻ ജനതയോട് പറഞ്ഞിരുന്നത്, അതൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് VV രാജേഷിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു ഭരണസമിതി നമ്മുടെ തലസ്ഥാന നഗരിയിൽ മുന്നോട്ട് പോവുക. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെ മേയറായിട്ട് അധികാരമേറ്റെടുത്തതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ആദ്യഘട്ടമെന്നോടോ സാധാരണ ജനതയുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള തെരുവ് നായ ശല്യം 5, 6, 7 വർഷമായിട്ട് പരാതിയായിട്ട് കേരള സർക്കാരിനെ സമീപിച്ച, മുൻപ് തിരുവനന്തപുരം നഗരസഭ ഭരിച്ചവരെയൊക്കെ സമീപിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാത്ത തെരുവ് നായ ശല്യങ്ങള്, ഒരു വീട്ടിൽ ഒരുപാട് തെരുവ് നായകളെ വളർത്തുന്നത്, അങ്ങനെ ഇത്തരം ഓരോ വിഷയങ്ങളും തീർത്ത് ഘട്ടമായിട്ട് ഇപ്പോ ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കുക. സകല മലയാളികളും തിരിച്ചറിയണോ, ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ആ പത്രമാധ്യമങ്ങളിൽ വന്നിട്ട് അതിനുശേഷം അതങ്ങ് അവസാനിപ്പിക്കല്ല. 1ാം ഘട്ടം കൃത്യമായിട്ട് നടപ്പിലാക്കിയതിനു ശേഷം 2ാം ഘട്ടത്തെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതൊക്കെ തന്നെ ഞങ്ങൾ നിറവേറ്റുമെന്ന് VV രാജേഷ് പറയുമ്പോ പാർട്ടി ഭേദമന്യേ ബോധമുള്ള മലയാളികൾ കൈയടിക്കേണ്ടേ? ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. തിരുവനന്തപുരത്ത് VV രാജേഷ് പ്രഖ്യാപിച്ചിട്ടുള്ള തട്ടുകടകള്, ഹോട്ടലുകള്, 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ ഭക്ഷണം കൊടുക്കുന്ന സകല സ്ഥലങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തണം. അത് മാസത്തിൽ ഒരിക്കൽ നടത്തണം. അതിനുള്ള ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കണം. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ നന്നായാൽ നമ്മുടെ നാട് വളരെ വലിയ രീതിയിൽ വികസിക്കും, പുരോഗതിയിലേക്ക് വരും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട. മികവുറ്റ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെ ഉപയോഗിക്കാൻ ശേഷിയുള്ള, വിവരമുള്ള, വിവേകമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമുക്ക് ഇല്ലാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതൊക്കെ VV രാജേഷിലൂടെയൊക്കെ മറികടക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരള സർക്കാർ ഇപ്പോഴും എന്തോ പൂക്കിച്ചിരിയും
പ്രഖ്യാപനങ്ങളും സ്വപ്നലോകത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. തലസ്ഥാന നഗരിയിൽ ജനങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യുന്നത് VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.